അബ്രഹാം ചേട്ടനെ പറ്റി പറയണം. കാരണം ഇതേ ബിസിനസ്, ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മള് 2 സിനിമകൾ 13ഓളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് 2 സിനിമകളും ബിസിനസ് ചെയ്തു. പക്ഷെ അതിൽ ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂവിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്. നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അബ്രഹാം ചേട്ടൻ. എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളിയുടെ പടം പഠിക്കും. കാരണം 100 സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ 150 സിനിമ പൊട്ടിയാലും 151ാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും. അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ, സിനിമയോടുള്ള ഇഷ്ടം. അല്ലാതെ ലിസ്റ്റിംഗ് സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാം മൂവീസ്. കാരണം അബാം മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീലി ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ്. പക്ഷെ ലിസ്റ്റിംഗ് സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിംഗ് സ്റ്റീഫൻ അല്ല. അത് ലിസ്റ്റിംഗ് സ്റ്റീഫൻ അല്ല. അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിന് പോലും ലിസ്റ്റിംഗ് സ്റ്റീഫന് ഒരു ഇതുമില്ല, ഒരു അർഹത എടുക്കാൻ പറ്റില്ല. ലിസ്റ്റിംഗ് സ്റ്റീഫൻ ഈസ് എ മാജിക്. അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പേരിട്ടിരിക്കുന്നത്.